Praise the Lord. വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ അവന്റെ സന്നിധിയിൽ ആയിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൻ ഭാഗ്യ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ സാന്നിധ്യം താങ്ങായി തണലായി അനുഭവിപ്പാനിടയായി തീർന്നവർ അവരുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. കാല് കല്ലിൽ തട്ടാതെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാർത്ഥനയെ മരണത്തിൽ നിന്നും സൂക്ഷിച്ച് നമ്മുടെ കർത്താവിന് കരങ്ങളെ തട്ടി മകത്ത് കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലിനെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് സൂക്ഷിച്ച പരിപാലിച്ച നമ്മുടെ കർത്താവിന് ഒരിക്കൽ കൂടെ കരങ്ങളെ തട്ടി സ്തോത്രം ചെയ്താട്ട്. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഹല്ലേലൂയ. കരുണയിൽ സമ്പന്നനും വാഴ്ത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിനെ പാടി ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രി സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ മകൻ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനവുമായി ഇന്ന് രാത്രിയിലും ഈ ലൈവിലായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൾ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധി കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഇന്ന് രാത്രി എല്ലാവരെയും നിറയ്ക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ, പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അനുകൂലമായി ചലിക്കട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി ചില വ്യക്തികൾ, ചില കുടുംബങ്ങൾ നിറയപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ. ദൈവവചനം ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിക്കണമേ. വചനം കേൾക്കുന്ന എല്ലാവരെയും സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് അവിടുന്ന് കൈപിടിച്ച് ഉയർത്തി മാനിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടത്തേക്ക് മാത്രം അർപ്പിക്കുന്നു. അടിയകൾക്കായി കാൽവറി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ കരങ്ങളെ തട്ടി ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എന്നെ കരുതുവാൻ, കാക്കുവാൻ, പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ, കാക്കുവാൻ, പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. മധ്യരാരിലും ഞാൻ സഹായം തെല്ലും തേടുകില്ല നിശ്ചയം. മധ്യരാരിലും ഞാൻ സഹായം തെല്ലും തേടുകില്ല നിശ്ചയം. ജീവനാഥനാവശ്യങ്ങളറിഞ്ഞ് ജീവ നാളെല്ലാം നടത്തിടുമേ. ജീവനാഥനാവശ്യങ്ങളറിഞ്ഞ് ജീവ നാളെല്ലാം നടത്തിടുമേ. എന്നെ കരുതുവാൻ, കാക്കുവാൻ, പാലിപ്പാൻ യേശു എന്നു മതിയായവൻ. എന്നെ കരുതുവാൻ, കാക്കുവാൻ, പാലിപ്പാൻ യേശു എന്നു മതിയായവൻ. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വെച്ചു ഞാനിന്നു വിശ്രമിക്കും. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വെച്ചു ഞാനിന്നു വിശ്രമിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടി ആനന്ദിച്ചാശ്വസിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടി ആനന്ദിച്ചാശ്വസിക്കും. എന്നെ കരുതുവാൻ, കാക്കുവാൻ, പാലിപ്പാൻ യേശു
ഇന്നു മതിയായവൻ എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു. ഇന്നു മതിയായവൻ ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ പ്രേമിക്കാം. ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ പ്രേമിക്കാം. തിരുച്ചിറകുകളാൽ മറയ്ക്കുമതാം ഒരു ദോഷവും എനിക്കു വരാം. തിരുച്ചിറകുകളാൽ മറയ്ക്കുമതാം ഒരു ദോഷവും എനിക്കു വരാം. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനി എന്നു മതിയായവൻ എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു. എന്നു മതിയായവൻ വിണ്ണിൽ വാസസ്ഥലമൊരുക്കി വരും പ്രാണപ്രിയൻ വരവിൽ. വിണ്ണിൽ വാസസ്ഥലമൊരുക്കി വരും പ്രാണപ്രിയൻ വരവിൽ. അന്നു ഞാനവൻ മാറിൽ മറഞ്ഞിടുമേ കണ്ണിൽ പൂർണ്ണമായി തോർന്നിടുമേ. അന്നു ഞാനവൻ മാറിൽ മറഞ്ഞിടുമേ പൂർണ്ണമായി തോർന്നിടുമേ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു. എന്നു മതിയായവൻ എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു. എന്നും മതിയായവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്താവിന്റെ വചനവുമായി നിൽപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുന്ന ബലപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വരും ദിവസങ്ങളിൽ വീഡിയോ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാണ്. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവവചനം ഹല്ലേലൂയ. അതേ സങ്കീർത്തനങ്ങൾ 125:3. ഹല്ലേലൂയ. 125 സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യം. നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അകവാശത്തിന്മേൽ ഇരിക്കുകയില്ല. ഒരിക്കൽ കൂടെ വായിക്കുന്നു. നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ വടി നീതിമാന്മാരുടെ മേൽ എന്ത് ചെയ്യില്ല? ഇരിക്കുകയില്ല. നീതിമാന്മാർ അകൃത്യത്തിന് കൈ വെക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. ഒരു നീതിമാൻ പരാജയപ്പെട്ടു പോകുവാൻ ശത്രു എത്ര പ്രബലനായി കൊലവിളി നടത്തിയാലും വെല്ലുവിളി നടത്തിയാലും നീതിമാനായ ഒരു ദൈവഭക്തനെ പരാജയപ്പെടുത്തുവാൻ പിശാചിന് സാധിക്കത്തില്ല. നമുക്കറിയാം, ദൈവത്തിന്റെ ഹൃദയപ്രകാരമായിരിക്കുന്ന ദാവീദിനെ അതെ വെല്ലുവിളിച്ച് പരാജയപ്പെടുത്തുവാൻ ഒരു നായയെ പോലെ നീ എന്ത് എന്ന് ചോദിച്ചാൽ ഫെലിസ്ത്യനായ ഗോലിയാത്തിന്റെ നേരെ യഹോവയുടെ നാമത്തിൽ ഫെലിസ്ത്യൻ നിന്ദിക്കുന്ന നീ നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ യഹോവയുടെ നാമത്തിൽ ഇന്ന് ഞാൻ നിന്റെ നേരെ വരുന്നു
ഹല്ലേലൂയ. അതെ, അവനെ വെല്ലുവിളിച്ച ആ ഗോലിയാത്തിനെ പരാജയപ്പെടുത്തുവാൻ, ശത്രുവിനെ അതെ പരാജയപ്പെടുത്തുവാൻ ദാവീദിനെ ബലപ്പെടുത്തിയ സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. അബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഒരു നീതിമാനായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമൈതൽ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ അംഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമൈതലിനെതിരെ പ്രതിയോഗിയായ പിശാച് എത്ര പ്രബലനായി എഴുന്നേറ്റാലും തകർന്നു പോകുവാൻ ഒരു നീതിമാനെ അനുവദിക്കുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. നീതിമാനായ, നേരുള്ളവനായ, ദോഷം വിട്ടകലുന്നവനായ യോബിന്റെ നേരെ ശത്രു പ്രബലപ്പെട്ടപ്പോൾ, അവന്റെ നന്മകളെ അവതരിച്ചപ്പോൾ, അവന്റെ തലമുറകളെ നശിപ്പിച്ചപ്പോൾ, അവന്റെ വസ്തുവകകളെ നശിപ്പിച്ചപ്പോൾ, ഭക്തനായ യോബ് തകർന്നു പോകുവാൻ അനുവദിക്കാതെ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതനായി ജീവിക്കുവാൻ കൃപ ലഭിച്ച യോബിനെ പോലെ ഈ കാലയളവിൽ ജീവിക്കുവാൻ ആമേൻ കൃപ ലഭിച്ച ദൈവമൈതലേ, നിന്റെ ശരീരത്തെ അവന് രോഗിയാക്കാൻ, നിന്റെ നന്മയെ അപകരിക്കുവാൻ, ഹല്ലേലൂയ, നിന്റെ തലമുറയെ വഴിതെറ്റിക്കുവാൻ ഒരുപക്ഷെ പിശാച് പ്രബലപ്പെട്ട് മുമ്പോട്ട് വന്നേക്കാം. എന്നാൽ നിന്നെ അതെ തൊടുവാൻ, ഹല്ലേലൂയ, നിന്റെ തലമുറയെ അതെ തകർക്കുവാൻ ആമേൻ അനുവദിക്കാതെ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ സുരക്ഷിതമായ കരങ്ങളിൽ അതേ താണിരിക്കുന്നവരെ തക്ക സമയത്ത് ഉയർത്തി മാനിക്കുന്ന സ്വർഗത്തിലെ വരുവനായ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ മുഴക്കി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ആമേൻ സാഹചര്യത്തിനകത്ത് നിന്ന് ഭക്തരെ കരം പിടിച്ചുയർത്തുവാൻ ശക്തനായ ദൈവത്തിന്റെ ഉൾനട്ട ജീവന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിനക്ക് അതേ ദൈവശക്തിയായി വെളിപ്പെടുവാൻ തക്കവണ്ണമിടയായി തീരും. അത് ക്ഷീണിച്ചിരിക്കുന്നവരെ ശക്തീകരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അതെ, പ്രശ്നങ്ങളുടെ മീതെ, പ്രതികൂലങ്ങളുടെ മീതെ ഉയർന്നു വരത്തക്ക വിധത്തിൽ ഉയരത്തിലെ അഭിഷേകം ഈ അന്ത്യകാലത്ത് സകല ജഡത്തെയും ആമേൻ നിറയ്ക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാൻ ദൈവം ശക്തൻ എന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല, വഷളൻ അവനെ പീഡിപ്പിക്കുകയുമില്ല. വഷളന്മാരെ കൊണ്ട് പ്രബലപ്പെട്ടിരിക്കുന്ന വിട്ട ലോകത്ത് ഹല്ലേലൂയ ശത്രു ഒരുക്കുന്ന കെണി അകപ്പെട്ട് തകർന്നു പോകുവാൻ അനുവദിക്കുന്നവനല്ല നീ ആരാധിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഞാൻ ഭൂതലത്തെ ദോഷം നിമിത്തവും ദുഷ്ടന്മാരെ അവരുടെ അകത്യ നിമിത്തവും സന്ദർശിക്കും. അഹങ്കാരികളുടെ ഗർവത്തെ ഞാൻ ഇല്ലാതാക്കും, ഉഗ്രന്മാരുടെ നിഗളത്തെ ഞാൻ താഴ്ത്തും. ആരാ താണു പോകുന്നത്? ആരാ തകർന്നു പോകുന്നത്? ആരാ നശിച്ചു പോകുന്നത്? ആമേൻ. ഞാൻ ഭൂതലത്തെ ദോഷം നിമിത്തം, ഹല്ലേലൂയ, ഭൂതലം എങ്ങും ദോഷന്മാരെ കൊണ്ട്, വഷളന്മാരെ കൊണ്ട്, അഹങ്കാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ആരാ തകർന്നു പോകുന്നത്? ദുഷ്ടനാ തകർന്നത്, അഹങ്കാരിയാ നശിക്കുന്നത്. അകർത്യം നിമിത്തം ദൈവം ആമേൻ സന്ദർശിക്കുന്ന സമയത്ത് അകർത്യം ചെയ്തവർ അകത്യങ്ങൾ ഏറ്റുപറഞ്ഞ് കരുണാമയനോട് നിലവിളിച്ചാൽ കരുണാമയൻ ആമേൻ അത് കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്നവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു ദൈവമൈതലായി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി പിതാവായ രക്ഷയുടെ പദ്ധതിയാ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജനനം. ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി കർത്താവായ യേശുക്രിസ്തു നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, നിന്റെ സകല പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ആമേൻ കാൽവരിയിൽ യാഗമായി തീർന്നു, മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ വലതുഭാഗത്ത് ജീവിച്ചിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. സഹോദര, ആമേൻ നിന്റെ ജീവൻ ആമേൻ സമാധാനവും സന്തോഷവും ഹല്ലേലൂയ നൽകുവാനത്രേ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ഹല്ലേലൂയ. യഹോവ ദുഷ്ടന്മാരുടെ വഴി, ഹല്ലേലൂയ, യഹോവ ദുഷ്ടന്മാരുടെ വടിയും ആമേൻ വാഴുന്നവരുടെ ചെങ്കോലും ഒടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അതെ, വംശങ്ങൾ ഇടപെടാതെ ക്രോധത്തോടെ അടിക്കുകയും ആർക്കുകയും അടുത്തുകൂടാത്ത ഉപദ്രവത്താൽ ജാതികളെ കോപത്തോട്
ഭരിക്കുകയും ചെയ്തവനെ തന്നെ. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ഭരണം, ഈ ലോകത്തിന്റെ പോക്ക്, ഈ ലോകത്തിന്റെ ക്രമീകരണങ്ങൾ ആമേൻ നമുക്കറിയാം. ആര് ഭരിച്ചാലും അഴിമതിയുണ്ട്, ആര് ഭരിച്ചാലും പ്രശ്നങ്ങളുണ്ട്. ഹല്ലേലൂയ. ആര് ഭരിച്ചാലും പ്രതികൂലങ്ങളുണ്ട്. ഹല്ലേലൂയ. ക്ഷാമവും ഭൂകമ്പവും അടിക്കടിയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ, പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാ. ആര് ഭരിച്ചാലും ആമേൻ ആമേൻ അതെ നേതാക്കന്മാർ ആമേൻ മറ്റുള്ളവരെ ആക്ഷേപം പറഞ്ഞ് ആമേൻ അതെ അവരവർ പരസ്പരം തമ്മിലടിച്ച് ആമേൻ ലോക സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ അനീതിയില്ലാത്ത ഭരണാധികാരികളെ ഒരു കാലത്തേക്ക് മാത്രം അധികാരത്തിൽ തുടരുവാൻ ദൈവം അനുവദിക്കുന്നു. ഹല്ലേലൂയ. ദുഷ്ടന്മാർ ഭരിക്കുമ്പോൾ നീതിമാന്മാർ സ്വയം ദുഷിച്ച വഴികളിൽ വീഴാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് ആര് ഭരിച്ചാലും ഹല്ലേലൂയ അഴിമതിക്ക് കൂട്ടുനിൽക്കാതെ, അതെ ദുഷ്ടതയ്ക്ക് അതെ കൂട്ടുനിൽക്കാതെ ഹല്ലേലൂയ നീതിയോട് അതെ ഭരിക്കുവാൻ രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനുമായി എത്ര വേഗം മടങ്ങി വരുവാൻ സമയമാഗതമായി കൊണ്ടിരിക്കുകയാ. സ്വർഗത്തില് പൗരത്വം ആമേൻ ഉറപ്പാക്കിയ ദൈവമക്കൾ ആ കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി കാതോർത്തിരിക്കുന്നവരാണല്ലോ. ഇന്ന് രാത്രി അബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ അതേ വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് വിളക്കിൽ എണ്ണയോടുകൂടെ കരുതി അവർ കാത്തിരുന്നത് പോലെ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ ഹല്ലേലൂയ ആമേൻ അതെ ദൈവിക അനുഗ്രഹത്തിലേക്ക് ഹല്ലേലൂയ അതെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ആമേൻ അതെ പ്രവേശനം ലഭിച്ചവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. അതുകൊണ്ട് മുകളിൽ നിന്നുള്ള ആ അനുഗ്രഹത്തോട് ഹല്ലേലൂയ അതെ ജീവിക്കുവാൻ, അത് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഹല്ലേലൂയ പ്രാരംഭ തിരുവെഴുത്ത് വായിക്കുന്നത് വളരെ അനുഗ്രഹവും ആശ്വാസകരവുമാകും. ഹല്ലേലൂയ. എന്താണ് പ്രാരംഭ തിരുവെഴുത്ത് നമ്മൾ വായിച്ചു കേട്ടത്? 125 സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിക്കാം. നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. ഹല്ലേലൂയ. നമ്മളെ നീതീകരിപ്പാൻ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജനനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ അതെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം സകലത്തിന്മേലും ജയം നേടുവാൻ ദൈവമക്കൾക്ക് ദൈവം കൃപ നൽകിയിരിക്കുകയാണ്, വഴിയൊരുക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഈ ഭൂമിയിലായിരിക്കുന്ന ദൈവമക്കൾ ഹല്ലേലൂയ എപ്പോഴും സന്തോഷിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആമേൻ ദൈവം ആമേൻ തന്റെ ആത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. ആമേൻ കാര്യസ്ഥനായി ദൈവജനത്തോട് കൂടെയിരുന്ന് അവരെ സകല സത്യത്തിലും ആമേൻ അതെ പാപത്തിൽ നിന്ന് അനീതിയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവരെ മുമ്പോട്ട് നയിപ്പാൻ തക്കവണ്ണം തന്റെ ആത്മാവിനെ ദൈവം തന്റെ സഭയ്ക്ക് നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദുഷ്ടന്മാരുടെ വടി ഭക്തികെട്ടവരുടെ ദുഷിച്ച ഭാവനയും ആമേൻ അവരുടെ ആ ഗൂഢാലോചനയുമാണ്. ഹല്ലേലൂയ. അത്യുന്നതൻ അങ്ങനെയുള്ളവരെ പരിഹസിക്കും. കാരണം അവൻ അവരുടെ തന്ത്രങ്ങൾ അപ്രസക്തമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അത്യുന്നതൻ അവരെ പരിഹസിക്കുകയാ. അതുകൊണ്ട് ആ സങ്കീർത്തനം 2:4 നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നതാ. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ കൂടെ പോകാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ കൂടെ ആമേൻ കൂടെയിരുന്ന് പരിഹസിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. അവൻ ആശ്ചര്യത്തിൽ നട്ടിരിക്കുന്ന വൃക്ഷം പോലെ അവൻ വളരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ കർത്താവ് എന്ത് ചെയ്യുന്നു? എങ്ങനെയുള്ളവരെ? ആമേൻ ദുഷ്ടന്റെ കൂടെ, ആമേൻ പാപിയുടെ കൂടെ, പരിഹാസികളുടെ കൂടെ ആയിരിക്കുന്നവരെ അല്ലെങ്കിൽ അവരെ നോക്കി കർത്താവ് എന്ത് ചെയ്യുന്നു? പരിഹസിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവനെ പരിഹസിക്കുന്നു. ഹല്ലേലൂയ. അന്ന് അവൻ കോപത്തോടെ അവനോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും.
ദൈവം ചിരിക്കുന്നു. ഹല്ലേലൂയ. അത് വിനോദത്തിലല്ല, മറിച്ച് തന്റെ പദ്ധതികളെ എതിർക്കാൻ ആമേൻ അത് ശിക്ഷിക്കുന്ന മനുഷ്യരുടെ വ്യർത്ഥമായ ആ ശ്രമങ്ങളെ ആമേൻ കണ്ടുകൊണ്ട് അതിനെ അവഗണിക്കുന്നതിലൂടെയാണ് ദൈവം ചിരിക്കുന്നത്. ഇന്ന് പകലിലും ആമേൻ കർത്താവിന് വേണ്ടി ധീരതയോടെ വിശുദ്ധിക്ക് വേണ്ടി അത് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവരെ പരിഹസിച്ചവരുണ്ട്, അവരെ തരം താഴ്ത്തിയവരുണ്ട്, അവരെ വിലമതിക്കാത്തവരുണ്ട്. നമുക്കറിയാം ഗോലിയാത്തിന്റെ നേരെ നടക്കുന്ന ആമേൻ ദാവീദിനെ കളിയാക്കി വാക്കുകൾ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഒതുക്കാൻ നോക്കിയ ഗോലിയാത്ത് അതെ ദാവീദിന്റെ മുമ്പിൽ ഒന്നുമില്ലാതെ നിലംപരിചയായി. ഹല്ലേലൂയ. ദുഷ്ടൻ ആമേൻ നീതിമാനിൽ ദോഷം എന്ത് ചെയ്യുന്നു? നിരൂപിക്കുന്നു. ഹല്ലേലൂയ. ദുഷ്ടന്റെ സ്വഭാവത്തെ കുറിച്ച് ആമേൻ 37 സങ്കീർത്തനം 12-13 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു. ആമേൻ. അതുകൊണ്ട് ദുഷ്ടന്മാരുടെ കൂടെ എന്ത് ചെയ്യരുത്? നടക്കരുത്. കാരണം അവൻ ദോഷം നിരൂപിക്കുന്നവനാണ്. അപ്പൊ നീ അവന്റെ കൂടെ കൂടിയാൽ നീയും എന്ത് ചെയ്യും? ദോഷം നിരൂപിക്കും. ഹല്ലേലൂയ. അവന്റെ നേരെ അവൻ എന്ത് ചെയ്യുന്നു? പല്ല് കടിക്കുന്നു. ഹല്ലേലൂയ. ആർക്ക് നേരെ? നീതിമാന് നേരെ. അതുകൊണ്ട് നീതിമാനായവനെ ക്രൂശിക്കുക, ബരോബാസിനെ വിട്ടുതരിക. ഈ ലോകം ഒന്നടങ്കമായി ആക്രോശിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെ വിസ്തരിക്കുവാൻ ആമേൻ ന്യായവിസ്താര കോടതിയിൽ നിർത്തിയപ്പോൾ ഹല്ലേലൂയ ഒരു കുറ്റവും അവനിൽ കാണാത്തത് കൊണ്ട് അവനെ വെറുതെ വിടുവാൻ അതേ ഭരണഘടന തീരുമാനിച്ചു. എന്നാൽ ജനം സമ്മതിക്കാഞ്ഞത് കൊണ്ട് ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്കൊരു പങ്കും ഓഹരിയും ഇല്ല എന്ന് പറഞ്ഞ് കൈകഴുകിയപ്പോൾ ഹല്ലേലൂയ അതെ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമേലും ഇരിക്കട്ടെ, ഞങ്ങളുടെ തലമുറയിലും മേലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ശാപം ഏറ്റുവാങ്ങിയ ഒരു കൂട്ടരെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതെ ദുഷ്ടൻ നീതിമാന് ദോഷം എന്ത് ചെയ്യുന്നു? നിരൂപിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ നേരെ അവൻ എന്ത് ചെയ്യുന്നു? പല്ല് കടിക്കുന്നു. ചില മക്കൾ അങ്ങനെയാ, ചില വീട്ടില് ചില പ്രിയപ്പെട്ടവർ അങ്ങനെയാ, ചുമ്മാ എന്ത് ചെയ്യും? പല്ല് കടിക്കും. ആരാ പല്ല് കടിക്കുന്നത്? ദുഷ്ടൻ. ഹല്ലേലൂയ. കർത്താവ് അവനെ നോക്കി ചിരിക്കും. ആമേൻ. അവന്റെ ദിവസം വരും എന്നവൻ കാണുന്നു. എളിയവനെയും ദരിദ്രനെയും വീഴിപ്പാനും സന്മാർഗികളെ കൊല്ലുവാനും ദുഷ്ടന്മാർ വാളൂരി വില്ലുകുലച്ചിരിക്കുന്നു. നമുക്കറിയാം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ദുഷ്ടന്മാർ പതിയിരുന്ന് നീതിമാന്മാരായ ആമേൻ അനേകരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ജ്ഞാനിയായ ശലോമോൻ അതേ സദൃശവാക്യങ്ങൾ എഴുതിയപ്പോൾ അതിന്റെ 1-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിങ്ങൾ എന്റെ ആലോചനയൊക്കെയും ത്യജിച്ചു കളയും, എന്റെ ശാസന ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ആമേൻ ഞാനും നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും. ആമേൻ. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും. നോക്കിക്കേ, നിങ്ങൾ എന്റെ ആലോചനയൊക്കെയും ത്യജിച്ചു കളയുകയും എന്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇസ്രായേൽ എന്നറിയപ്പെടുന്ന ജനം അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായിരിക്കുന്ന ദൈവമക്കൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചന ഒക്കെയും ത്യജിച്ചു കളയുകയും ശാസന ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ ഹല്ലേലൂയ ഞാനും നിങ്ങളുടെ അനർത്ഥത്തിൽ എന്ത് ചെയ്യും? ചിരിക്കും. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്ന ദൈവമാ. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഈ ചിരി ആ മനുഷ്യരുടെ ദുഷ്ടതയ്ക്കെതിരെയുള്ള അവന്റെ കഠിനമായ കോപത്തോടൊപ്പം അത് വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ. തനിക്കും അവന്റെ അഭിഷക്തനുമെതിരെ പോരാടുന്ന എല്ലാവരുടെയും മേൽ അവന്റെ കോപം വെളിപ്പെട്ടു വരും തക്കവണ്ണം ഇടയായി തീരും. പ്രിയ സ്നേഹിത, മാതാവേ, പിതാവേ, കൂടപ്പിറപ്പേ, അഭിഷക്തരെ, ദൈവത്തിന്റെ കോപം ഒരു കാലത്ത് ഇസ്രായേലിന്റെ മധ്യത്തിൽ ഇറങ്ങിയ ചരിത്രം സത്യവേദ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മോശയോട് കൂടെ ആരാധിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടര് മോശയ്ക്കും അഹരോനുമെതിരെ പ്രബലപ്പെട്ട് ആമേൻ അവർ മറുതലിച്ചപ്പോൾ ദൈവത്തിന്റെ കോപം വെളിപ്പെട്ടു. ഭൂമി രണ്ടായി പിളർന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞു. ഹല്ലേലൂയ. തനിക്കും അവന്റെ അഭിഷക്തന്മാർക്കെതിരെ പോരാടുന്ന എല്ലാവരുടെ മേലും അവന്റെ കോപം എന്ത് ചെയ്യും? ഹല്ലേലൂയ. അവൾ മോഹപരവശിയും
തന്നിഷ്ടക്കാരിയുമാകുന്നു. ഹല്ലേലൂയ. ആരെ കുറിച്ചാ പറയുന്നത്? ഈ ലോകത്തിന്റെ മോഹങ്ങളില്, ഈ ലോകത്തിന്റെ സുഖലോലപതകളില് സമയം ചെലവഴിച്ച് ദുഷ്ടന്മാരുടെ കൂടെയും പാപികളുടെ കൂടെയും പരിഹാസികളുടെ കൂടെയും ആയിരിക്കുന്നവരെ കുറിച്ചാ. അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കുകയില്ല. ആമേൻ. ഇപ്പോൾ അവളെ വീതിയിലും പിന്നെ വിശാല സ്ഥലത്തും കാണാം. ഓരോ കോണിലും അവൾ പതിയിരിക്കുന്നു. ഹല്ലേലൂയ. അവൾ അവനെ പിടിച്ച് ചുംബിച്ച് ലജ്ജ കൂടാതെ, നോക്കുക, ലജ്ജാകരമായ ഒരു അവസ്ഥയിലേക്ക് അതെ മനുഷ്യനെ നയിക്കുന്ന ദുഷ്ടന്റെ ആ അധികാരത്തിനകത്ത് അകപ്പെട്ട് അനേകര് നശിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്ന് രാത്രി പിശാചിന്റെ കരവലയത്തിനകത്ത് നിന്ന് സ്വയം രക്ഷപ്രാപിപ്പാൻ മാനവരാശിക്ക് കഴിയത്തില്ല എന്ന് മനസ്സിലാക്കി പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. ഇന്ന് രാത്രി മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി അതേ സ്നേഹിത, നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിനകത്ത് നിന്ന്, ആ പ്രതിസന്ധിക്കകത്ത് നിന്ന്, നിത്യമായ നാശത്തിൽ നിന്ന്, നിത്യമായ നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഏകനാമം യേശു എന്ന നാമം. രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആമേൻ കാരാഗ്രഹ പ്രമാണിയോട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലിഹയും ശീലാസും ഒരുമിച്ച് നിന്ന് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതേ സഹോദര, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അല്പനേരത്തെ കഷ്ടം, അല്പനേരത്തെ വേദന, അല്പനേരത്തെ പ്രതികൂലം, ഇതൊക്കെ ഹല്ലേലൂയ ഇവിടം കൊണ്ട് ആമേൻ തീരുന്നതാണ്. എന്നാൽ തീരാത്ത, മരണമില്ലാത്ത നിത്യ യുഗം കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന നല്ല സുദിനത്തിലേക്ക് ആമേൻ അതെ അടുക്കുവാൻ സമയമാഗതമായി കൊണ്ടിരിക്കുകയാ. അതിന് അവസരം ലഭിച്ചിരിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതിന് സമയമാഗതമായി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിന്റെ കാഠിന്യത്തിലും അനുതാപമില്ലാത്ത ഹൃദയത്തിലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തിലേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുകയാ. ആമേൻ. അനീതി കൊണ്ട് ആമേൻ അതെ ഹല്ലേലൂയ അതെ സത്യത്തെ ആമേൻ തടുക്കുന്ന ഹല്ലേലൂയ ആമേൻ ആമേൻ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല ഭക്തിക്കും ആമേൻ അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗ്ഗത്തിൽ നിന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ, വെളിപ്പെട്ടു വരികയാ. അത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് മുമ്പ്, അത് നിന്റെ തലമുറയിൽ വെളിപ്പെടുന്നതിന് മുമ്പ്, ആമേൻ അതിൽ നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുന്നതിന് മുമ്പ്, നിന്റെ ജോലി മേഖലയിൽ വെളിപ്പെടുന്നതിന് മുമ്പ് ഇന്ന് രാത്രി അനുദപിച്ച് മടങ്ങി വരുക ഒരവസരം സ്വർഗം നിനക്ക് നൽകുകയാണ്. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന കരുണാമയനായ കർത്താവിനെ അറിഞ്ഞ് ജീവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം എന്ത് ചെയ്യാണ്? ചരതിച്ചു വെക്കുക. ഹല്ലേലൂയ. നിത്യജീവനും ആമേൻ സാഠ്യം പൂണ്ട ആമേൻ സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. ഹല്ലേലൂയ. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും ആമേൻ പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങൾ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ ആശ്വാസവും പകരും നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ഹല്ലേലൂയ. ആമേൻ. അന്നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിന് ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ
അതിശയ വിഷയമാകേണ്ടതിന് ഹല്ലേലൂയ വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ ആമേൻ അതേ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവധി അനുഭവിക്കും. ഇതിന് മാറ്റമില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുകയാ. ഇന്നലകളിൽ നിറവേറിയതും ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്നതും ഇനി നിറവേറാനുമുള്ളതായ വള്ളിമുള്ളി മാറ്റമില്ലാതെ ആമേൻ നിറവേറിക്കൊണ്ടിരിക്കുന്നു. സ്നേഹിത, സഹോദര, മാതാവേ, പിതാവേ, കുഞ്ഞെ, നീ ഇതറിയാതെ പോകരുത്. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ഞങ്ങളുടെ മേൽ വീഴുവിൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാട്ടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ. ഹല്ലേലൂയ. അവരുടെ മഹാകോപ ദിവസം വരുന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആമേ അതേ നിലവിളിക്കുന്ന ഒരു അനുഭവം അതേ വെളിപ്പെട്ടു വരുവാൻ പോകുകയാണ്. ആമേൻ. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്നും മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ ആ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കൾക്കെതിരെ എല്ലാത്തരം തിന്മകളും ആമേൻ അവർ ആഗ്രഹിക്കുന്നു. ആര്? ദുഷ്ടന്മാർ. ഹല്ലേലൂയ. ദാരിദ്ര്യം, രോഗം, തടവ്, അനീതി, മരണം പോലും. ഹല്ലേലൂയ. എന്നിരുന്നാലും ദൈവം തന്റെ ശത്രുവിന്റെ ആമേൻ അതെ ദൈവം തന്റെ മക്കളെ ആ ശത്രുവിന്റെ ദുഷ്പ്രവർത്തികളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്നവനാകും. ഹല്ലേലൂയ. അങ്ങനെ അവൻ തന്റെ മക്കൾക്ക് അകത്തും പുറത്തും ഹല്ലേലൂയ അതേ സംരക്ഷണങ്ങൾ നൽകി ആമേൻ അവരെ പരിച കൊണ്ടെന്ന പോലെ മറച്ച് ജയത്തോടെ നടത്തുന്ന ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രി നീതിയോടെ ഉത്തരവരുളുന്ന ദൈവമുമ്പാകെ ന്യായമായി ജീവിച്ചുകൊണ്ട് അവന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ വിശുദ്ധ ജീവിതം നയിപ്പാൻ ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന് അതേ സ്തുതിയും ആരാധനയും പ്രാർത്ഥനയും ഹല്ലേലൂയ അതേ ദൈവവചനത്തിലെ ആ ജ്ഞാനവും പരിജ്ഞാനവും ആമേൻ അതേ പ്രാപിച്ച് ഹല്ലേലൂയ വിശ്വാസികൾക്ക് ഹല്ലേലൂയ ആമേൻ അതേ തങ്ങൾക്കെതിരായി അതേ വെളിപ്പെട്ടു വരുന്ന എല്ലാ ദുഷ്പ്രവർത്തികളെയും ആമേൻ അനീതിയെയും മറികടക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിച്ച ദൈവജനത്തെ എക്കാലത്തും മുമ്പോട്ട് നയിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ക്രൂശിന്റെ വചനം നിഷേധിക്കുന്നവർക്ക് അത് മോക്ഷത്വവും വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയുമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. സ്നേഹിത, ഇന്ന് രാത്രി നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളിയുടെ മുമ്പിൽ നീ തകർന്നു പോകാതിരിക്കത്തക്ക വിധത്തിൽ നിന്നെ ഉയരത്തിലെ ശക്തിയാൽ നിറയ്ക്കുവാൻ ശക്തനായ ദൈവത്തിന്റെ ഉൾനട്ട ജീവന്റെ വചനം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ കണ്ണുനീരിനെ കണ്ട്, നിന്റെ അവസ്ഥകളെ കണ്ട്, നിന്റെ പ്രതിസന്ധിയെ കണ്ട് അതെ നിന്നോട് അകന്നു പോകുന്നവനല്ല, നിന്നോട് അടുത്ത് വന്ന് ആലോചന പറഞ്ഞു തന്ന് നിത്യത വരെ നിന്നെ ചുമക്കാമെന്നും ആമേൻ ലോകത്തിന്റെ അവസാനത്തോളം കൂടെയിരിക്കാമെന്നും വാക്കു പറഞ്ഞ നല്ല കർത്താവ് അവന്റെ മകനീയ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വരുവനായ ദൈവത്തിന്റെ കരം അതെ അനുകൂലമായി ചലിക്കുകയാ. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, ദുഷ്ടന്മാരുടെ അതേ പ്രവൃത്തിയിൽ ഹല്ലേലൂയ നിങ്ങൾ അസ്വസ്ഥനാണോ? നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ വീട്ടില്, ആമേൻ നിങ്ങളുടെ അതേ രാജ്യത്ത്, അതെ നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ നിങ്ങൾ ദുഷ്ടന്മാരുടെ പ്രവൃത്തി നിമിത്തം ഹല്ലേലൂയ അവരുടെ ആമേൻ ഭരണ നിമിത്തം അവരുടെ അഴിമതി നിമിത്തം നിങ്ങൾ അസ്വസ്ഥരാണോ? ഹല്ലേലൂയ. അവയെ എങ്ങനെ മറികടക്കാമെന്ന് നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. മറുപടി ലഭിക്കാതെ, അത് മനസ്സിലാകാതെ കരഞ്ഞ് ഒതുങ്ങി അതെ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ സന്ദേശം വീണ്ടും ആമേൻ അതെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നന്മയ്ക്കായി ഹല്ലേലൂയ എല്ലാം അതെ സമാപ്തിയിലേക്ക് നയിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു നല്ല ദൈവം കൂടെയുള്ളത് കൊണ്ട് ഒരിക്കലും ഞാൻ പരാജയപ്പെടുത്തില്ല. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. കഷ്ടതയ്ക്കകത്ത് നിന്ന്, വെല്ലുവിളിക്കകത്ത് നിന്ന്, പ്രതികൂലത്തിനകത്ത് നിന്ന് ഞാൻ ജയാളിയായവനാണ്. മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവനാണ്. ആമേൻ. ഞാനാണ് നായകനായി നിങ്ങളുടെ കൂടെ എല്ലാ നാളും ഇരിക്കുന്നത്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം
54 അധ്യായം അതിന്റെ 17 വാക്യം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവകൃപയിലായിരിക്കുന്ന ദൈവ പൈതലേ, നീ നീതിക്ക് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ നിനക്ക് എതിരെ വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ഹല്ലേലൂയ. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാ പ്രവാചകനില്ലേ, ആമേൻ, ഈ സന്ദേശം, ഹല്ലേലൂയ, ആമേൻ, അഭിസംബോധന ചെയ്ത്, ഹല്ലേലൂയ, ആമേൻ, ഭാവിയിലെ പുതിയ ഇസ്രായേൽ ജനം, ഹല്ലേലൂയ, അതായത് പുതിയ നിയമത്തിലെ ഇന്നത്തെ സഭയെ കുറിച്ച്, ആമേൻ, അതെ, നമുക്ക് പഠിക്കാവുന്ന, നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ആ സത്യത്തിന്റെ ആത്മീയ പാഠങ്ങളെയും പ്രായോഗിക പ്രയോഗങ്ങളെയും, ഹല്ലേലൂയ, ബാധിക്കില്ല അവ, ഹല്ലേലൂയ, ആമേൻ എന്ന്, ആമേൻ, ഉറച്ച് അതെ വിശ്വസിക്കുവാൻ ഇടയാകണമെങ്കിൽ, ആമേൻ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ജീവിക്കുന്ന ദൈവമക്കൾ തോന്നിയതുപോലെ ജീവിക്കാതെ ആ വചനം ഉള്ളതുപോലെ വിശ്വസിച്ച് വിശുദ്ധിക്കും വേർപാടിലും തങ്ങളെ തന്നെ സമർപ്പിച്ച് ഈ ലോകത്തിന്റെ മോഹങ്ങളിലൂടെ സമയം ചെലവഴിച്ച് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും ദൈവികതവും എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി ഓരോ ദിവസവും, ഹല്ലേലൂയ, ജീവിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ആമേൻ. മത്തായി സുവിശേഷം 16 അധ്യായം 18 വാക്യത്തിൽ ഇങ്ങനെ, ഹല്ലേലൂയ, കാണുന്നു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. നോക്കിക്കേ, BC കാലയളവിൽ ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്ത ദൈവവചനം പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ പത്രോസിനെ ചൂണ്ടി പത്രോസിനോട് പറയുകയാണ്, ഹല്ലേലൂയ, പാതാള ഗോപുരങ്ങൾ എന്ത് ചെയ്യത്തില്ല, ജയിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അതെ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിന്റെ മുമ്പിൽ ഓരോന്നായി കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ദൈവമൈതലേ, വചനമുണ്ടെന്ന് പറഞ്ഞിട്ട് തോന്നിയതുപോലെ ദുഷ്ടന്മാരുടെ കൂടെയും പാപികളുടെ കൂടെയും പരിഹാസികളുടെ കൂടെയും സമയം ചെലവഴിച്ചാൽ ഇതൊക്കെ ഇതിനെ ബാധിക്കപ്പെടും. എന്നാൽ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ലോകം വേണ്ട, ലോകത്തിന്റെ മോഹം വേണ്ട, ലോകത്തിന്റെ ഇമ്പം വേണ്ട, ഹല്ലേലൂയ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, ആമേൻ, ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നവരെ തക്ക സമയത്ത് ഉയർത്തി മാനിക്കുന്ന ദൈവം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയമെന്ത് ചെയ്യുന്നു, പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. എവിടെയാണ് പരാജയപ്പെട്ടിരിക്കുന്നത്, എവിടെയാണ് തളർന്നിരിക്കുന്നത്, എവിടെയാണ് നിരാശപ്പെട്ടിരിക്കുന്നത്, അവിടെയെല്ലാം ഉയർച്ച പ്രാപിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ജയാളിയായ കർത്താവിനെ അനുഗമിക്കുന്ന ദൈവമൈതലേ, നീ പരാജയപ്പെട്ടു പോകുവാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. അതെ സഹോദരൻ, നീ ഒറ്റയ്ക്കല്ല. നീ അഭിമുഖീകരിക്കുന്ന കഷ്ടത, നീ അഭിമുഖീകരിക്കുന്ന വേദന, നീ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി, ഹല്ലേലൂയ, കാണാൻ ആരുമില്ല. ഒരു പക്ഷേ നീ ജോലി ചെയ്യുന്നിടത്ത്, ആമേ, അതെ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ ആരും ഉണ്ടാകത്തില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് രാത്രിയിൽ നീ ഉറങ്ങുവാനായിട്ട് പോകുമ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, അതെ, സ്വന്തവും ബന്ധവും ഒക്കെ പറയാൻ ആളുകളുണ്ടെങ്കിൽ ഇപ്പോഴായിരിക്കുന്നിടത്ത് ഒറ്റയ്ക്കായിരിക്കാം. എന്നാൽ വചനം പറയുന്നു, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. കൊറോണ നിമിത്തം അനേകര് ഭാരപ്പെടുമ്പോൾ, ലോകത്തിൽ വിവിധ വിഷയങ്ങളിൽ അനേകര് നിരാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആകയാൽ കർത്താവ് എനിക്ക് തുണ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി വെളിപ്പെട്ടു വരുന്ന ദൈവ സാന്നിധ്യം കൂടെയുണ്ട്. അത് അനുഭവിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട് അവൻ തന്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും, അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. ഹല്ലേലൂയ. അവരുടെ നീതി എന്നിൽ നിന്നാണ് എന്ന് കർത്താവ് തിരിച്ചറിഞ്ഞു. അനേകരെ നേരായ പാതയിലേക്ക് നയിക്കുവാൻ, പാപത്തിൽ നിന്ന് പിന്തിരിപ്പാൻ കർത്താവ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി മാറുവാൻ അധികാരം കൊടുത്തതോടൊപ്പം നീതിമാന്മാരായി ജീവിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ നീതിമാന്മാരായി ജീവിച്ചിരിക്കുന്ന
ചിന്തിക്കുന്ന അനേകരെ നീതിയിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ ഉതകുമാറ്. പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അവരോട് കൂടെ ഇരുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാ. ആയിരങ്ങളെ, പതിനായിരങ്ങളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ സഹോദര താങ്കളെ ദൈവം കണ്ടിരിക്കുകയാ. ദൈവപുത്രനായി ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. ആമേൻ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാ. എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന് സന്ദേശം പറയുന്നത് നിമിത്തം അനേകര് വിശ്വാസത്തിലേക്ക് വരുവാനിടയായി തീർന്നു. യേശു കർത്താവ് ക്രൂശിൽ യാഗമായി തീർന്നില്ലായിരുന്നെങ്കിൽ, യേശു ക്രിസ്തു ജനിച്ചില്ലായിരുന്നെങ്കിൽ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമായിരുന്നു, വിശ്വാസവും വ്യർത്ഥമാണ്. എന്നാൽ യേശു ക്രിസ്തു ആമേൻ കാലഘട്ടത്തെ ആമേൻ BC എന്നും AD എന്നും രണ്ടായി തിരിച്ച് ചരിത്ര പുരുഷനായി ഇന്നും ജീവിക്കുകയാണ്. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം അത് വ്യർത്ഥമല്ല. ഹല്ലേലൂയ. ഈ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വ്യർത്ഥമല്ല. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇന്നും അനേകരെ നീതിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നീതി പ്രാപിച്ച് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ലോകത്തറ്റത്തോളം ഈ നീതിയുടെ സന്ദേശം എത്തിക്കുവാൻ കൃപ ലഭിച്ചവരാണല്ലോ ദൈവമക്കൾ. ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി എന്നെ ശ്രമിക്കുന്നെങ്കിൽ ആ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യുക. അനേകര് നീതിയിലേക്ക്, നിത്യജീവനിലേക്ക് പ്രവേശിപ്പാൻ തക്കോണം ഇടയാകട്ടെ. പ്രവൃത്തികളുടെ പുസ്തകം 13 അധ്യായം 38, 39 ഇവൻ മൂലം നിങ്ങളുടെ പാപമോചനം അറിയിക്കുന്നുവെന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനിൽ നീതീകരിക്കപ്പെടുന്നുവെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാനവരാശി മുഴുവൻ നീതീകരിക്കപ്പെടത്തക്ക വിധത്തിലുള്ള ക്രമീകരണത്തെ പിതാവായ ദൈവം ഒരുക്കിയിരിക്കുന്നത്. സ്നേഹിത, കർമ്മങ്ങൾ കൊണ്ട്, ആചാരങ്ങൾ കൊണ്ട്, മറ്റ് യാതൊരു പ്രവൃത്തികളെ കൊണ്ട് നീതീകരിക്കപ്പെടത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നീതീകരിക്കപ്പെടുവാൻ സാധിക്കത്തുള്ളൂ. അത് വിശ്വാസത്തിലൂടെയാണ് പ്രാപിപ്പാൻ കഴിയുന്നത്. ദൈവം തെരഞ്ഞെടുത്തവരെ ആ കുറ്റം ചുമത്തും. നീതീകരിക്കുന്നവൻ ദൈവം. ഹല്ലേലൂയ. ഇന്നലകളിൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, അവൻ ദൈവം അവസരത്തപ്പോൾ മടങ്ങി വന്നു, യഥാസ്ഥാനപ്പെട്ടു. അവനെ കുറ്റം പറഞ്ഞിരിക്കുന്ന നീ അവിടെ ഇരിക്കും, എന്നാൽ അനുദപിച്ച് മടങ്ങി വന്നവനെ ദൈവം ഉപയോഗിക്കും. ദൈവം തെരഞ്ഞെടുത്തവരെ ആ കുറ്റം ചുമത്തും. നീതീകരിക്കുന്നവൻ ദൈവം. അതുകൊണ്ട് സ്നേഹിതരെ, കൂടപ്പറപ്പേ, മാതാപിതാക്കെ, അഭിഷക്തന്മാരെ, കുറ്റം പറയുന്നത് ദൈവജനത്തിന് ചേരുന്നതല്ല. കുറ്റം പറയുന്നത് പിശാച, വിമർശിക്കുന്നത് ഹല്ലേലൂയ. എന്നാൽ അഭിഷേകമുള്ളവൻ ഹല്ലേലൂയ, സൗമ്യതയുടെ ആത്മാവിൽ ആമേൻ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയി അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം അവനെ ഉപയോഗിക്കും. ഹല്ലേലൂയ. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പാപം അറിയാത്തവനെ നാം അവൻ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്കായി യുദ്ധം ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ അവന്റേതാണ് എന്നതിനാൽ നിങ്ങൾക്കായി എപ്പോഴും അവൻ പോരാടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ആ ദുഷ്ടന്മാരോടുള്ള അവന്റെ കോപം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ സമാധാനവും സംരക്ഷണവും ആസ്വദിക്കുമ്പോൾ അവർ പശ്ചാത്തപിക്കുകയോ അവരുടെ ദുഷ്ടതയുടെ അനന്തരഫലങ്ങൾ നേരിടുകയോ ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അക്കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഹല്ലേലൂയ. വായിച്ച കുറിവാക്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. ആമേൻ. അതേ, അകൃത്യത്തിൽ നിന്ന് രക്ഷ നേടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീതിമാന്മാർ നീതികടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതേ, ശത്രു നിന്നെ തോൽപ്പിക്കുവാൻ ഇടയാകാത്ത വിധത്തിൽ, വഷളൻ നിന്നെ പീഡിപ്പിക്കുവാൻ ഇടയാകാത്ത വിധത്തിൽ നിർമ്മല മനസ്സാക്ഷിക്കുടമയായി ജീവിക്കുവാൻ കൃപ ലഭിച്ച പ്രിയമുള്ളവരെ, യോബിനെ നോക്കിക്കേ. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, വേദനകൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഓരോന്നായി കടന്നു വന്നപ്പോൾ അവയൊന്നും ദൈവമുമ്പാകെ പാപം ചെയ്യുവാൻ തക്കൊന്നും ഇടയായില്ല. അവൻ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവന്റെ തലമുറ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, യഹോവ തന്നു,
യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തുതിയും മഹത്വവും ആരാധനയും കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന ഒരു ദൈവവൈദ്യന് വെല്ലുവിളിയുണ്ട്, പോരാട്ടമുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ആമേൻ ദുഷ്ടാത്മ സേനകളോടുമാ. നമ്മെ പലരും ഹല്ലേലൂയ നമ്മെ വിട്ടുപോകുമ്പോൾ, ഹല്ലേലൂയ നമ്മെ അടുത്തറിയും തോറും അടുത്ത് നമ്മെ ചേർത്ത് നിർത്തി നമ്മെ കൈപിടിച്ച് നടത്തുന്നത് സ്വർഗത്തിലെ ദൈവം മാത്രമാ. തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ആമേൻ ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇങ്ങനെയാ പറഞ്ഞത്, ഈ കഷ്ടതയ്ക്കോ ഈ ബുദ്ധിമുട്ടിനോ ഈ ോ ഈ പ്രതിസന്ധിക്കോ ഈ എതിർപ്പിനോ ഒന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കൂടെ നിന്നവർ, കൂടെ ഇറങ്ങിയവർ പലരും ഹല്ലേലൂയ മറന്നുപോയേക്കാം, പറഞ്ഞതെല്ലാം മാറ്റി പറഞ്ഞേക്കാം. ഹല്ലേലൂയ. ആമേൻ. അതെ, പലരും ആമേൻ മോഹന സുന്ദര വാഗ്ദാനങ്ങളൊക്കെ നൽകിയവര് ആമേൻ കണ്ണിൽ നിന്ന് നടിച്ചേക്കാം. എന്നാൽ ഇന്ന് രാത്രി നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല, എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ ഒരേ ഒരുവൻ നായകനായി നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി അന്ത്യം വരെ വിശ്വസ്തയോടെ ജീവിക്കുവാൻ ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. പോരാട്ടങ്ങൾ ഹല്ലേലൂയ ജീവിതത്തിന്റെ മുമ്പിൽ സമസ്ത മേഖലകളിൽ ആമേൻ ഉയർന്നു പൊങ്ങുമ്പോൾ ഹല്ലേലൂയ ആമേൻ ഒറ്റയ്ക്കല്ല, ആമേൻ ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ നല്ല കർത്താവ് കൂടെ ഇരുന്ന് ആമേൻ ദാവീദിനോട് കൂടെ ഇരുന്ന് ആ യുദ്ധത്തിൽ പരാജയപ്പെടാതെ അതേ ജയാളിയായി മുമ്പോട്ട് പോകുവാൻ ദൈവം ഒരുക്കിയ ആ വാഗ്ദത്ത സിംഹാസനത്തിൽ ഇരുന്ന് ആമേൻ ഭരിക്കുവാൻ ഇടയാക്കിയ സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്ന് ദുഷ്ടന്മാരെ പരിഹസിക്കുവാൻ ഹല്ലേലൂയ അതേ ഞങ്ങളോടൊപ്പം ഹല്ലേലൂയ അവിടത്തോട് കൂടെ ഇരിക്കുവാൻ അങ്ങ് വേഗം വരാമെന്ന് പറഞ്ഞ് ആ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ അതേ ദൈവകരങ്ങളിൽ വിധേയപ്പെട്ടിരിക്കുന്ന സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അനുഭവിക്കുന്നവരെ ഇന്ന് രാത്രി ചേർത്ത് നിർത്തി ലജ്ജാകരമായ അനുഭവത്തിൽ തകർന്നു പോകത്തക്ക വിധത്തിൽ ദുഷ്ടപിശാച് കരുക്കൾ നിൽക്കുമ്പോൾ തമ്പുരാന്റെ പദ്ധതിയുടെ ഭാഗമായി അവർ ഉയർന്നു വരത്തക്ക വിധത്തിൽ നാശകരമായ ഭക്തന്റെ കരം പിടിച്ചുയർത്തിയ സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും അവിടുത്തെ കൈപിടിച്ച് ഉയർത്തി മാനിക്കണമേ. രോഗികളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, എല്ലാ ഭാരങ്ങളും മാറട്ടെ, എല്ലാ വേദനകളും മാറട്ടെ, എല്ലാ നിരാശകളും മാറട്ടെ. ഇന്ന് രാത്രി ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, ചില തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. ഇത് അന്ത്യകാലമാകിയ സകല ജനത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ കർത്താവിന്റെ ആത്മാവിനെ ആമേൻ ചില പ്രാപിക്കുവാനിടയാകാം. കർത്താവിന്റെ വരവിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കും എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീതിയുടെ സന്ദേശവുമായി കർത്താവേ നീതിയോടെ ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവർക്കെതിരെ ഉയരുന്ന എല്ലാ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും ജീവിച്ച് മുമ്പോട്ട് ജീവിക്കുവാൻ ആ നീതിമാനായ കർത്താവേ ആമേൻ നോഹയെ പോലെ അങ്ങേൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ അങ്ങയുടെ മുൻ ലോകം മുഴുവൻ ആമേൻ പ്രസംഗിക്കുവാൻ ഭരമേൽപ്പിച്ചിരിക്കുന്ന സത്യവചനം മായം ചേർക്കാതെ അതിന്റെ തനിമ നഷ്ടപ്പെടുത്താതെ അതുള്ളതുപോലെ പ്രസംഗിക്കുവാൻ കർത്താവാക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാരെ ഈ ദിവസങ്ങളിൽ ശക്തമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. പ്രാർത്ഥനാ വീരന്മാരെ എഴുന്നേൽപ്പിക്കണമേ, ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കണമേ. വിശ്വസ്തന്മാർ എഴുന്നേൽക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഇത് അന്ത്യകാലമാകയാ അനേകരുടെ സ്നേഹം തണുത്തു പോയിക്കൊണ്ടിരിക്കുമ്പോ ആമേൻ ഒരു കൂട്ടൻ ആത്മശക്തിയോടെ എഴുന്നേൽക്കുമെന്ന് അവിടുത്തെ വചനത്തിൽ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഇന്ന് രാത്രി അപ്രകാരം ഒരു കൂട്ടൻ കാഴ്ച തലമുറകൾ എഴുന്നേറ്റ് വരട്ടെ. സ്വർഗം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി അടികൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ.
ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. നിങ്ങൾക്ക് മെസ്സേജ് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ആമേൻ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കരുത്, കർത്താവിന്റെ വേലയിൽ ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം എത്തുവാൻ ഇതൊരു മുഖാന്തരമാകുമല്ലോ. ഹല്ലേലൂയ. ഒരു പാപി മാനസാന്തരപ്പെട്ട സ്വർഗം സന്തോഷിക്കും. നിത്യതയിൽ അതിന് പ്രതിഫലം വീതിക്കുമ്പോൾ അതിന്റെ ഓഹരിക്കാരായി മാറുവാൻ തൊണ്ണം ഇടയാകും. ഹല്ലേലൂയ. ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഈ സ്നേഹതീരം ഫാമിലിയുടെ ആമേൻ ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കാം. ആമേൻ. അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, അനേകരെ നിത്യ രാജ്യത്തിന് അവകാശിയാക്കി മാറ്റുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ. അതുപോലെ നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക, റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യൂട്യൂബിലും സ്നേഹതീരം പ്രയർ ഫാമിലി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, എന്തിനാ കാശുണ്ടാക്കാൻ? ഒരിക്കലുമല്ല. ആമേൻ. വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് ആമേൻ നെറ്റിലൂടെ അശ്ലീലതകൾ കണ്ട് അനേകര് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ ആമേൻ നാം ഷെയർ ചെയ്യുന്ന ഒരു മെസ്സേജ് ആയിരിക്കാം. ആമേൻ. എത്രയെത്ര ചെറുപ്പക്കാരാ, എത്രയെത്രയോ കുഞ്ഞുങ്ങളാ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടില്ലാഞ്ഞിട്ടല്ല, പണമില്ലാഞ്ഞിട്ടല്ല, സാഹചര്യങ്ങളില്ലാഞ്ഞിട്ടല്ല, സ്കൂളില്ലാഞ്ഞിട്ടല്ല. ആമേൻ. എല്ലാം ഉണ്ടെങ്കിലും തകർക്കുന്നവൻ അനേകരെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളാലാകുവോളം എന്തൊക്കെ ചെയ്യുവാൻ ദൈവം നമ്മെ പ്രയോജനപ്പെടുത്തുന്നുവോ അതെല്ലാം ദൈവ നാമ മഹത്വത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഗോഡ് ബ്ലസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ശുഭരാത്രി. നാളെ രാത്രി വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം.